ഹലോ ഗായ്സ്. അപ്പോൾ ഗായ്സ് അങ്ങനെ ഫൈനലി ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേക്കാണ്. ആരറ്റാന്നല്ലേ വീഡിയോ കാണിച്ചു തരാം. നീ മണവാള, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പറ. നീ ഏതിനാണ് റെഡി, അതിന് ഞാൻ തയ്യാറാണ്. നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പറ. ഓക്കെ, അപ്പോൾ ആളെന്ത് ചെയ്ത് വെല്ലുവിളിച്ചേക്കാണ് ചലഞ്ചായിട്ട്. ഞാൻ എന്ത് ചെയ്ത് ചലഞ്ച് ഇതാ അക്സെപ്റ്റ് ചെയ്തേക്കാണ്. യെസ്, ഞാൻ എന്ത് ചെയ്ത് ഇൻസ്റ്റയിൽ ആ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വാടാ മോനെ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ചലഞ്ച് അക്സെപ്റ്റ് ഇനിയിപ്പോൾ ഡേറ്റ് ഇപ്പോൾ ആള് പറഞ്ഞേക്കണത് ഞാൻ പറയണ സമയത്തിന്, അതായത് ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ ദിവസം ആള് വന്നിട്ട് എന്ത് ചെയ്ത് റെഡി എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിച്ചേക്കണത്. ഓക്കെ, എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്ത് ആ ചലഞ്ച് വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് ഇനി ആളെ വിളിച്ചിട്ട് തന്നെ സംസാരിക്കാം, എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഏകദേശം തീരുമാനിച്ചിട്ടുള്ള ഒരു ഡിസംബർ 14 സൺഡേ ആണ് ഈവനിങ്. ഒരു മാസം നമ്മൾ എന്ത് ചെയ്ത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രോപ്പർ ആളും ട്രെയിൻ ചെയ്യട്ടെ, നമ്മൾ ട്രെയിൻ ചെയ്യട്ടെ. ഇപ്പൊ ഈ ഒരു ഫൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ വന്നിട്ട് നേരിട്ട് കാണാൻ, ഇപ്പൊ ഇനി കാണാൻ വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ലൈവ് സ്ട്രീമിങ് അതിൽ ലൈവ് പോകുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കും നിങ്ങൾക്ക് നേരിട്ട് കാണുന്നവർക്ക് സെയിം വെന്യൂ, നമ്മളിപ്പോൾ ലാസ്റ്റ് ഫൈറ്റ് നടന്ന അതേ സെയിം വെന്യൂ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡിസംബർ 14 സൺഡേ ഈവനിങ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അവനെ വിളിച്ചിട്ട് അറിയിക്കാൻ പോകണേ. ഞാൻ ചില മെസ്സേജ് അവൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ ആദ്യം വിളിക്കാം. ഞാൻ ആളെ വിളിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ വിളിക്കുകയാണ്. ഹലോ, ഞാൻ വിളിക്കാം. ഹലോ ഹലോ, തിരക്കിലാണോ? ഇല്ലല്ലോ, ഫ്രീ ആണ് ബ്രോ. മണവാളനാണ്. എന്ത് വിശേഷം? എന്ത് വിശേഷം, ഇങ്ങനെ പോകുന്നു. ചർച്ചാ വിഷയം ചർച്ചാ വിഷയം ഇപ്പൊ നിങ്ങളല്ലേ ചർച്ചാ വിഷയം. ലൈവാണോ അത് റെക്കോർഡാണോ? ഇല്ലല്ല, എനിക്ക് ഇപ്പൊ ഒരു തൊഴിലല്ല. ലൈവ് ഒന്നല്ല, ലൈവ് ഇട്ടിട്ടില്ല. ഞാൻ ലൈവ് കുറച്ച് സ്റ്റോപ്പാ. ഞാന് ലൈവ് ഇപ്പൊ സ്റ്റോപ്പാ. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പ്ലേ ആക്കാനുള്ളതാണെന്ന് ലൈവല്ല ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഒരു വിഷയങ്ങളും കുറെ കാര്യങ്ങൾ കണ്ടില്ല. അല്ലല്ല, എനിക്കങ്ങനെ ഏത് സംഭവം ചെയ്ത് വിശ്വസിച്ചില്ല. ഞാനിപ്പോ എപ്പോഴും ഇങ്ങനെ ഒപ്പോണന്റ് ആയിട്ട് കാണുന്നില്ല, അല്ലാണ്ട് ഇന്റെ ഒരു ശത്രുവായിട്ട് ഞാൻ കാണുന്നില്ല. എന്റെ കോച്ച് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഒപ്പോണന്റിനെ ശത്രുവായിട്ട് ഇത് കാണുന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഒപ്പോണന്റിനെ ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുന്ന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്ത് ഇപ്പൊ ഒരു തൊഴിൽ ഇൻബോക്സിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നിട്ടാണ് എല്ലാരും സംഭവം. വേറൊരു വിഷയം, വേറൊരു കാര്യം ഓപ്പണായി പറയാലോ. നിങ്ങളൊരു ഞാൻ ഇങ്ങോട്ട് മുഖത്തോട് ഇങ്ങോട്ട് ഡയറക്റ്റ് ഞാൻ പറഞ്ഞത്, ഞാൻ വേറെ എവിടെയും പോയിട്ടല്ല പറയണത്. ഞാൻ ഇങ്ങോട്ട് പറയണത് എന്താ വെച്ചാല് ഈ ഒരു പറഞ്ഞ കാര്യം എനിക്ക് ബാക്കിയെല്ലാം ചലഞ്ച് ചെയ്യണത് അതൊക്കെ ഓക്കെ, വെല്ലുവിളിക്കണം അതൊക്കെ ഓക്കെ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്ത് ആ മറ്റേ ഇത് പഞ്ചായത്ത് മത്സരമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിനോട് മാത്രമേ ഒരിക്കലും യോജിക്കില്ല. ഞാൻ പറഞ്ഞാണ്ട് കേൾക്ക്. അതായത് ഞാൻ ആ ഒരു നിന്റെ ഫൈറ്റ് കണ്ടിട്ട് നിന്നെയാണ് ഞാൻ കുറ്റപ്പെടുത്തിയത്, അല്ലാണ്ട് ഞാൻ ആ ഒരു എന്താ പറയാ അവര് മറ്റുള്ള സ്പാർട്ടൻസിനും കുറ്റം പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും കുറ്റപ്പെടുത്തി അല്ല. സംഭവം അത് ഇൻഫാക്ട് അതൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനാണ്. ഏത് അമേച്ചർ ഇവന്റ് ആണ് മാത്രം. അമേച്ചർ ഇവന്റ് ആകുമ്പോ ബ്രോ എല്ലാരും ബിഗിനേഴ്സ് ആണ് വരിക. അതാണ് സംഭവം. അതൊന്ന് അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യണമായിരുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. എന്താന്ന് വ്യക്തമായിട്ട്. പക്ഷെ ഇത് എഫക്ട് ചെയ്യണത് സംഭവം അതല്ല. ഇങ്ങനെ പറയുമ്പോ നമുക്ക് കമന്റ് ഉള്ളവർക്ക് എന്തും പറയാം, കമന്റ് ഇടുന്നവർക്ക് എന്തും പറയാം. പക്ഷെ അതല്ല, ഒരു ഫേസ് കാണിച്ച് റിവീൽ ചെയ്യുമ്പോ ഇതിപ്പോ എഫക്ട് ചെയ്യണ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യണം എന്താ വെച്ചാല് കുറെ അത്ലറ്റ്സ് അവിടെ നല്ല ഇപ്പൊ 2 വർഷത്തോളം 3 വർഷത്തോളം ഒക്കെ ട്രെയിൻ ചെയ്ത് വരുന്നവരുണ്ട്. അതൊരു ഓപ്പൺ കേരള ചാമ്പ്യൻഷിപ്പ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ വീഡിയോ നീ കറക്റ്റ് കണ്ടാൽ മനസ്സിലാക്കും. ഞാൻ അതായത് വേറെ നിങ്ങളെ സ്പാർട്ടൻസിനെ അല്ലെങ്കിൽ വേറെ നിങ്ങളെ ക്ലബിനെ കോച്ചിനെ ഒന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല. പക്ഷെ നിന്നെ ഞാൻ കുറ്റം പറഞ്ഞു. അല്ല, പക്ഷെ ഒരു ഫേക്ക് മത്സരമാണ് കണ്ട മത്സരം എന്ന് പറയുമ്പോ, ഒരു പഞ്ചായത്ത് മേള എന്ന് പറയുമ്പോ അത് നിന്റെ കേസിലാണ് ഞാൻ പറഞ്ഞത്. സംഭവം. പിന്നെ ഈ ഞാനൊരു ഓപ്പണായി ചോദിച്ചോട്ടെ, നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു
ഏത് ഞാന് 150 റുപ്യ കൊടുത്തിട്ട് ഒരു ബംഗാളിന് കൊടുന്നാണ്. ഇങ്ങള് അല്ല രണ്ടാമത്തെ ദിവസം ഇങ്ങളെന്നെ പച്ച മലയാളത്തിൽ ഇങ്ങളെ ആളിട്ട് സംസാരിക്കണ വീഡിയോ ഇങ്ങള് പറഞ്ഞിരുന്നു. പിന്നെ മൂന്നാമത്തെ ദിവസം ഉണ്ടല്ലോ ശരി, അതൊക്കെ എനിക്ക് ഞാന് ഒരു 8 വർഷത്തോളമായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. എനിക്ക് ഈ ഇതൊന്നും അങ്ങനെ എഫക്ട് ചെയ്യുന്ന കാര്യമില്ല. ട്രോൾ ഇതൊക്കെ നമ്മൾ ആ രീതിക്ക് തന്നെ നമ്മളെന്ത് ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മള് ഇതിപ്പോ ഈ എയർലൈനൊക്കെ എന്റർടൈൻമെന്റ് മൂഡിൽ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നമ്മളെന്ത് ഫണ്ണി ആയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ ദിവസം നിങ്ങൾ പറയണോ 3 ദിവസം പിന്നെ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒപ്പോണന്റ് നിങ്ങൾ വിളിച്ച ആ ഒപ്പോണന്റ് ഉണ്ടല്ലോ, ആളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏത് ഈ ഇപ്പൊ എന്താണ് ചങ്ങായിയുടെ പേര് എന്താ, സുബ്രോ? ആ അതന്നെ എന്റെ ഒപ്പോണന്റ് ഉണ്ടല്ലോ, നിങ്ങൾ പിടിച്ച വീഡിയോ. അപ്പൊ ആളിപ്പോ നിങ്ങൾക്ക് എതിരായിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സംഭവം പറയണേ ഇപ്പൊ ആളുടെ വായന്ന് ആൾക്കൊരു ഇപ്പൊ സംഭവം വെച്ചാൽ ആളുടെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ആളാകെ എറിയേറി ഒന്നും അറിയാണ്ട്. അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിലാണ് ആൾ പറഞ്ഞത് അതൊരു കോപ്പല്ല എന്നുള്ളൊരു ഫൈറ്റ് പറഞ്ഞത്. ആളുടെ വായന പോയി. ഫോൺ വിളിച്ചപ്പോ സംസാരിച്ച നീ കേട്ടതല്ലേ, ഞാൻ ആ ആൾക്ക് ഞാൻ വിളിച്ചിട്ടില്ല. ആ ആള് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാനത് റെക്കോർഡ് ചെയ്തിട്ടതാണ്. അല്ലാണ്ട് ഞാൻ ആളെ കൊണ്ട് പറയിപ്പിച്ചൊന്നല്ല. നീ നോക്ക് സംഭവം മനസ്സിലായി. പക്ഷെ ആളുടെ വായന ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആളൊരു ഇപ്പൊ എനിക്കൊക്കെ മനസ്സിലാവും. ഞാൻ ഇപ്പൊ എനിക്ക് എന്താണ് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അതൊക്കെ പല സ്റ്റേജ് കടന്നുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ആളുടെ അങ്ങനെ ഒരു സംഭവം ആൾക്ക് ആകെ ചില മൈൻഡ് ഔട്ട് ആയിട്ടുണ്ടാവും, ബ്ലാങ്ക് ഔട്ട് ആയിട്ടാവും ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കാണുമ്പോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോ പറഞ്ഞതായിരിക്കാം. അപ്പൊ ആള് എന്ത് ചെയ്ത് നിങ്ങൾക്ക് എതിരായിട്ടാണ് ഇപ്പൊ ഇട്ടിട്ടുള്ളത്. ഓക്കെ സംഭവം മനസ്സിലായി. ഓൾറെഡി സ്പാർട്ടൻസിൽ അവൻ കളിക്കുന്ന ഒരുത്തനാണ്. അപ്പൊ അവൻ പറഞ്ഞതാണോ ഇതൊന്നും അറിയാത്ത ഞാൻ പറഞ്ഞതാ? സ്പാർട്ടൻസിന് പല ക്ലബുകളുണ്ട്. കൊച്ചി ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, പിന്നെ മൂവാറ്റുപുഴ, അങ്ങനെ കുറെ ബ്രാഞ്ച് ഉണ്ട്. കുറെ ബ്രാഞ്ചസ് ഉണ്ട്. ഞാൻ ഇത് ഓപ്പൺ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്ത് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്ത് പറയാനുള്ളത് ഇവിടെ ഞാൻ എവിടെയും പറയും. അതൊന്നും ജസ്റ്റ് പറഞ്ഞു മാത്രം. ഈ കാര്യത്തോട് മാത്രം ഒട്ടി ഞാൻ യോജിക്കുന്നില്ല. നിങ്ങള് ചലഞ്ച് ചെയ്തൊക്കെ ഞാൻ ഓക്കെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇതാണ് ഇത് ഞാൻ അങ്ങനെ അവര് വളച്ചൊടിച്ച് ഉദ്ദേശിക്കാണ്ട് സംഭവത്തിക്കുന്നു. ഞാൻ നിന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് പറയാം. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ അവൻ വിളിച്ചപ്പോ ആ റെക്കോർഡ് അടക്കം ഇട്ടതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആ രണ്ടാമത് റെക്കോർഡ് അടക്കം ഇട്ട സമയത്ത് അത് വേറെ ഏതോ ഒരുത്തന്നെ എടുത്തുകൊണ്ട് അത് പോസ്റ്റ് ചെയ്തപ്പോ ഞാനത് കൊളാബ് ചെയ്ത് ഇട്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ പഞ്ചായത്ത് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഞാനൊരു ഓപ്പണായി ചോദിക്കുകയാണ്. ഞാൻ ഒരു ഫൈറ്റിന് ഇറങ്ങുകയാണ്. ഫൈറ്റിന് ഇറങ്ങുമ്പോ ഇക്കറിയോ ഓപ്പോണന്റ് ഏതാന്ന്? ഇപ്പൊ നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ ഈ ഒരു ഫൈറ്റിന് ഇറങ്ങാം. ഞാൻ ഈ ഒരു അത്ലറ്റ് ആണ്. ഫുൾ കിട്ടി. അതിന് ഞാൻ മറ്റേ ഒരു കാര്യം പറട്ടെ, അത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം. ഞാൻ തന്നെ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. 15 മിനിറ്റിന്റെ വീഡിയോ മൊത്തം ഫുൾ വീഡിയോ. അല്ല എനിക്കത് ഇട്ടോണ്ടൊരു പ്രശ്നമല്ല. ഞാൻ തന്നെ എന്നെ തോൽവി സമ്മതിച്ചതാണ്. എനിക്കതൊക്കെ ഒരു കണ്ടന്റ് ആണ് ബ്രോ. ഞാൻ എന്റെ പാഷനായിട്ട് ഇറങ്ങിയതാ. ഞാൻ ഇതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വിളിക്കണല്ലാട്ടാ. ഞാൻ ചിരിച്ചിട്ടാണ് ഞാൻ പറയണത്. ഞാനിതൊരു പ്രശ്നം ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ അടി ഉണ്ടാക്കാനല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് കൊണ്ടൊരു കാര്യമുണ്ട്. ഏത് ഇപ്പൊ ഞാന് ജെന്യൂൻ ആയിട്ട് ഇറങ്ങിയ ഒരാളാണ്. അല്ല ഞാൻ ജെന്യൂൻ ആയിട്ട് ഇറങ്ങിയ ഒരാളാണ്. എനിക്ക് ഒപ്പോണന്റിന് 5 മിനിറ്റ് മുന്നേ കിട്ടുന്നത്. അല്ല നീ നേരത്തെ പറഞ്ഞ എന്നെ കുറ്റം പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ കുറ്റം പറഞ്ഞല്ല. അല്ല എന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആസ് എ അത്ലറ്റ്, നീ ഒരു അത്ലറ്റ് ആണ്. അല്ലല്ല ഒറ്റ മിനിറ്റ് കേൾക്ക്. നോക്ക് 2 മിനിറ്റ് എന്നാ ശരി പറ. അതായത് നിന്നെ പറ്റിട്ട് കുറെ പേര് എന്റെ അടുത്ത് വേറെയും കുറെ കണ്ടന്റ് ആയിട്ട് നിന്റെ അടുത്ത് ലൈവ് നിന്ന് പോയി മറ്റേ ഈകൾ നോക്കി ചെക്കന്മാരൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് കുറെ കാര്യങ്ങൾ വോയിസ് എനിക്ക് വേണമെന്നിട്ട് കണ്ടന്റിനാണ് റീച്ചിനാണ്. എനിക്കത് വേണമെങ്കിൽ ഇന്നലെ വീഡിയോ ഇടാം. മനസ്സിലായ? നീ അന്ന് എന്റെ പഴയ ഓൾഡ് ഫൈറ്റ് എടുത്ത് തൂക്കിയെടുത്ത് വന്നപ്പോ ആ ദേശത്തിന് പുറത്ത് വേറെ ആരോ പോസ്റ്റ് എടുത്തത് ഞാൻ അതിന് കോപ്പി ചെയ്താണ് ഞാൻ ഇന്ത്യ കൊടുത്താണ്ട് പോസ്റ്റ് ചെയ്ത്.
ഇനി നീ എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ എനിക്ക് ഇതുപോലെ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നാറ്റിക്കണമെന്നോ രണ്ടാമത് നിന്നെ വീണ്ടും ഇതാക്കണമെന്നോ എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ല. ഓക്കെ ഓക്കെ, അത് ഞാൻ അംഗീകരിക്കുന്നു. അല്ലെ, സമ്പാദ്യം ഞാൻ അംഗീകരിക്കുന്നു. പറഞ്ഞത് ഞാനിതൊരു ഫ്രെയിമിന് വേണ്ടി ഉണ്ടാക്കിയ സംഭവമല്ല. ഞാൻ പറഞ്ഞ കേൾക്കും, ഞാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നീ പറഞ്ഞോ ഞാൻ അതൊരു ഫ്രെയിമിനോ നിന്നെ നാറ്റിക്കണം എന്നുള്ള ഇതിലോ ഒന്നല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയപ്പോ നമ്മളെ കണ്ടന്റ് തന്നെ എത്ര പേര് എടുത്ത് കളിക്കണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കി. എനിക്കിതിന് മുന്നേ നിന്നോട് വ്യക്തിപരമായിട്ടുള്ള സംഭവം ഞാനും നീയും തമ്മിൽ വലിയ ശത്രുക്കളോ ഒന്നുമല്ല. അപ്പൊ ഇങ്ങനെ സംഭവം കിട്ടിയപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ ചെയ്തപ്പോ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടപ്പോ ആ കമന്റിന് 10,000-2000 ലൈക്ക് കയറി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചതാണ്. അപ്പൊ അതിൽ ഇങ്ങനൊരുത്ത് മോട്ടർ ആക്കിയപ്പോ ഞാനൊരു വീഡിയോ ചെയ്ത്. സാധാരണ എനിക്കൊരു വീഡിയോക്ക് 1000 ലൈക്ക് അല്ലെങ്കിൽ 500-300 ലൈക്ക് ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ ആവുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. സംഭവം അതാണ് ഉണ്ടായത്. അല്ലാണ്ട് കരിവാരി തേക്കണം അത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എന്റെ ഭാഗം ചിന്തിച്ചു നോക്ക്. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ ഇറങ്ങുന്നു, ഞാൻ മത്സരത്തിന് ഇറങ്ങുന്നു. എനിക്ക് ഒപ്പോണന്റ് ആരാന്ന് അറിയില്ല. 5 മിനിറ്റ് മുന്നേ ഒപ്പോണന്റ് കാണുന്നത്. ഒപ്പോണന്റ് വീക്ക് ആയിരുന്നു. അത് ഞാൻ ഒപ്പണായി പറയുന്നു. ഒപ്പോണന്റ് വീക്കാണ്, ശരിക്കും പറയാൻ വളരെ വീക്ക് ഒപ്പോണന്റ് ആയിരുന്നു. ആ ഒപ്പോണന്റ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഒപ്പോണന്റ് വേണ്ട, ജിമ്മ് വേണം, മസിൽ വേണം, ആ പറയാൻ പറ്റുമോ? ഇപ്പൊ ഒരു അത്ലറ്റ് നിനക്ക് എന്ത് ചെയ്ത് പറ്റില്ല. ഈ സംഭവമാണ് ഈ സംഭവത്തിൽ ഞാൻ എയറിൽ കയറുന്നത്. ഓക്കെ, ഇനിയിപ്പൊ അതൊക്കെ വിട്. ഇപ്പൊ സ്റ്റേറ്റ് ആയിക്കോട്ടെ എന്താണെങ്കിലും ഒരു മൂന്ന് പേരോ അല്ലെങ്കിൽ 4 പേരൊക്കെ ഉണ്ടാവും. സീനിയർ കാറ്റഗറി ആള് പറഞ്ഞത് ആളെന്ന് പറ. സീനിയർ കാറ്റഗറിയിൽ എന്റെ വെയിറ്റ് ചെയ്ത അപ്പൊ 70-77 എന്നേക്കാ 7 കിലോ വെയിറ്റ് കൂടുതൽ ആളുണ്ടായിരുന്നു. എന്നൊക്കെ വെയിറ്റ് കൂടുതൽ ആള് 7 കിലോ എന്നൊക്കെ വെയിറ്റ് കൂടുതലാ. അത് ആ ഒരു കാറ്റഗറിയിലാണ് സീനിയർ ഉണ്ടായിരുന്നത്. ഞാൻ 70-77 ആയിരുന്നു. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ ഇന്നത്തെ 7 കിലോ കൂടുതലുണ്ടായിരുന്നു ആള്. ഓക്കെ, നീ എന്നെക്കാൾ 10 കിലോ കൂടുതലാ. ഞാൻ 62 60 ഉള്ളൂ. ഞാൻ ക്ലാസ്സിൽ പോയപ്പോ ഞാൻ അവിടെ പോയപ്പോ ഞാൻ ജസ്റ്റ് വെയിറ്റ് എടുത്ത് നോക്കിയതാ. ഓക്കെ, അത് ഇങ്ങനെ ഇത്രമാത്രം ചിന്തിച്ചിട്ട് അല്ല സംഭവം ഇതാണ്. ഞാനിപ്പോ ചോദിച്ചത്, ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ആ കാറ്റഗറിയിൽ ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജൂനിയറിലുണ്ടായിരുന്നു, പിന്നെ ജൂനിയറിലുണ്ടായിരുന്നത്. ഇപ്പൊ സീനിയർ എന്ന് പറയാൻ എനിക്ക് 27 വയസ്സ്. അല്ല, ഞാനിപ്പോ പറഞ്ഞതാ. ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ അത് ഞാൻ പോസ്റ്റ് ഞാൻ ഓൾറെഡി എനിക്ക് പറയാനുള്ള പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഞാൻ അതിന് മുന്നേ നിങ്ങൾക്കൊന്ന് പറഞ്ഞതാ. ഇല്ല, ഇത് ഞാൻ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോ നിനക്ക് സപ്പോർട്ട് ആയിട്ട് ഒന്നുമില്ല. ഇല്ല, സംഭവം മനസ്സിലായി. അത് അപ്പൊ ഇതെല്ലാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം തരാം, എല്ലാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു സ്ക്രിപ്റ്റഡ് ഫൈറ്റ് ആണ് എന്നുള്ളൊരു മെന്റാലിറ്റി തന്നെ ആയിരുന്നു എല്ലാരും. ആൾക്ക് ഫസ്റ്റ് ഒരു ഇടിയിൽ തന്നെ ആളുടെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആളെ എന്നിട്ട് അവസാനിപ്പിക്കാണ്ട് ആളെ കണ്ടിന്യൂ ചെയ്തു. അത് ആൾക്ക് പറ്റിയ അടുത്ത ഫോൾട്ട്. ആളപ്പ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആൾക്ക് ഒരു ഇഞ്ചുറി പറ്റിയെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ആള് സ്റ്റോപ്പ് ചെയ്യാണ്ട് അത് കണ്ടിന്യൂ ചെയ്തു. അതാണ് പിന്നെ രണ്ടാമത് പറ്റിയ ആൾക്ക് ഫോൾട്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ പിന്നെ ആളിപ്പോ ഒരു വീഡിയോ ഇടുമ്പോ ഷോൾഡർ എന്തോ കൈ എന്തോ ഓറിട്ടിട്ടാണ് ഇരിക്കണത്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണത്. ഇങ്ങനെ വിളിച്ചിട്ട് മര്യാദക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ വീഡിയോ ഡിലീറ്റ് ആക്കാം. നമുക്കൊന്ന് സംസാരിച്ചിരുന്നാണ് സംഭവം ക്ലിയർ ചെയ്താൽ മതി. സംഭവം ഇപ്പൊ ഒഴുക്കിനെതിരെ നീ എളുപ്പമല്ലല്ലോ. എല്ലാരും വിളിക്കുന്നുണ്ട്. വീഡിയോ ചെയ്യണവർക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? ഇപ്പൊ ഈ സംഭവം വീഡിയോ ചെയ്യണവർക്കൊക്കെ റീച്ചാ. ഇപ്പൊ എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിന് എന്ത് ചെയ്ത് എന്റെ മാനേജർ മിഷിൻ പറഞ്ഞിട്ട് മറ്റേ പാർട്ണർ മാനേജർ ഉണ്ട്. അല്ല, ഞാനിപ്പോ വിളിച്ചത് എന്തിനാ വെച്ചാല് എന്താ അറിയാം, ഇപ്പൊ വിളിച്ചതിന് മെയിൻ ഉദ്ദേശം ഞാനിപ്പോ നമ്മളിപ്പോ ചലഞ്ച് ചെയ്തല്ലോ. ചലഞ്ച് ചെയ്തപ്പോ ഞാൻ അതിന്റെ ഡേറ്റും കാര്യങ്ങളും അറിയിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1 മാസം പ്രാക്ടീസിന് ഞാനൊന്ന് ട്രെയിൻ ചെയ്യട്ടെ. അപ്പൊ ട്രെയിൻ ചെയ്തോ, നമ്മൾ നല്ലൊരു ഫൈറ്റ്. ഞാനല്ലേ പാർട്ട്നേഴ്സിലെല്ലാം ട്രെയിൻ ചെയ്യണത്. ഞാൻ ഇവിടെ തൃശ്ശൂരാണ്. സെയിം വെന്യൂല് MMA കേരള MMA ഫെഡറേഷന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് നീ എന്നെ വിളിക്കുന്ന സ്ഥലത്ത് അത് സ്പാർട്ടൻസിന്റെ അണ്ടറിലോട്ടാണോന്നാ ചോദിക്കുന്നത്. എനിക്ക് അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കാനാണ്. ഒരു വീഡിയോ കൂടെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അത് ചെയ്തോ. ഉണ്ട്. അല്ല, ക്ലാരിഫിക്കേഷൻ. ആ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ വിളിച്ചതിന്റെ ഉദ്ദേശം. നീ ഇപ്പൊ വിളിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഈ സ്പാർട്ടൻസിന്റെ ഇതിലായിട്ടാണ് നീ വിളിക്കുന്നത്. ഞാൻ 100% എഴുതി ഒപ്പിട്ടതാണ്. അല്ല, സ്പാർട്ടൻസ് അവിടെയാണ് നല്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറ, ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ നമ്പർ 1 ക്ലബ്ബാണ് അത്. ഓക്കെ, ഞാൻ സ്പാർട്ടൻസ് കുറ്റം പറഞ്ഞില്ല. നീ വിളിക്കുന്ന സ്ഥലമാകുമ്പോ നിന്റേതായിട്ടുള്ള പ്ലേസും ആണ്, നിന്റെ ലഫറിയും ആണ്, എല്ലാം നിന്റേതാണ്. അല്ലല്ല, എന്റെ ഒരു സ്ഥലം പറഞ്ഞാൽ ഞാൻ തൃശ്ശൂരാണുള്ളത്. ഞാൻ എന്റെ ട്രെയിൻ ചെയ്യണത് തൃശ്ശൂരത്തെ ഒരു കോച്ചാണ് ട്രെയിൻ ചെയ്യണത്. ഓക്കെ,
അപ്പൊ അവിടെ ഫൈറ്റിന് എന്നെ ഞാൻ ആദ്യ വട്ടം ഫൈറ്റിൽ ഇറങ്ങണത് സ്പാർട്ടൻസ് ആവുമ്പോ എന്താ വെച്ചാൽ സ്പാർട്ടൻസിൽ ഇപ്പൊ നീ പഞ്ചായത്ത് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അത് വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങോട്ട് വരുമ്പോ മറ്റൊരു സ്ഥലത്തോട്ട് വരുന്ന പോലെ അല്ല, അങ്ങോട്ട് വരുമ്പോ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും എടുത്തിട്ട് വേണം വരാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വരില്ല എന്ന് ഞാൻ അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനല്ല തിരുത്തി പറഞ്ഞല്ലോ ഓൾറെഡി, ഞാൻ പറഞ്ഞ മണവാള ഓൾറെഡി ക്ലിയർ ആക്കിയല്ലോ. ഞാനും പൊട്ടനും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ചിലപ്പോ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഒരു ബോട്ട് ഫൈറ്റിംഗ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു കാട്ടും. പിന്നെ അതേമാതിരി മറ്റുള്ളവർ ചലഞ്ച് ചെയ്ത് അപ്പൊ എനിക്ക് അതൊന്ന് ക്ലാരിറ്റി ചെയ്ത് വീഡിയോ ചലഞ്ച് ചെയ്യണമെങ്കിലും വേറെ എന്ത് ചെയ്ത് സമയം അല്ലെങ്കിൽ എന്താ വെച്ചെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ധാരണ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം എന്താണെങ്കിലും. ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വീഡിയോ ചെയ്തോളൂ. ഞാൻ അതിലേക്ക് നടപെടുന്നില്ല. ഞാൻ ഇപ്പൊ വിളിച്ച എന്റെ ഉദ്ദേശം ഞാൻ കറക്റ്റ് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഡിസംബർ 14, അതായത് ഡിസംബർ 14 ഈവനിങ് വെച്ചിട്ട് നമ്മളതായ സെയിം വെന്യൂ, അതായത് നമ്മൾ ലാസ്റ്റ് വെച്ച് നടന്ന സെയിം വെന്യൂ. ഇതാ നവംബർ കഴിഞ്ഞു ഇപ്പൊ ഇതാ നവംബറാണ് ഒക്ടോബർ കഴിഞ്ഞു. നവംബർ ഇതാ തുടങ്ങി. എനിക്ക് എന്റെ മെയിൻ പറഞ്ഞുതരാം. മെയിൻ വിഷയം എന്താ വെച്ചാൽ എന്താ അറിയോ, എനിക്കിപ്പോ ഒരു മൂക്കിന് സർജറി ഉണ്ട്. എനിക്ക് എന്ത് ചെയ്ത് ബ്രീത്ത് കിട്ടുന്നില്ല. എനിക്ക് ഡസ്റ്റ് ഉണ്ട് മൂക്കിൽ. ഞാൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ടാണ്. ഞാൻ ഓപ്പണായി പറയാലോ, ഞാൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ടാണ്. ഏത് ഞാൻ ട്രെയിൻ ചെയ്യാൻ ഓപ്പണായി പറയാം. ട്രെയിൻ ചെയ്യാൻ എനിക്ക് ചെറിയൊരു മൂക്കിന് ചെറിയൊരു മെഡിക്കൽ ഇഷ്യൂസ് ഒന്ന് ക്ലിയർ. എനിക്ക് ആദ്യം എനിക്കിപ്പോഴും ബൂസ്റ്റ് ആവും. അതെനിക്കറിയാം. പക്ഷെ എന്താ പറയുക, എനിക്കിപ്പോഴും ട്രെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ഫൈറ്റിന് ഇറങ്ങിയപ്പോ മനസ്സിലായത് ഓൾറെഡി എനിക്ക് ബ്രീത്ത് മൂക്കിലൂടെ കിട്ടുന്നില്ല. ഓപ്പണാ ഞാൻ പറയാലോ. അപ്പൊ ഞാനത് അതിന്റെ ഒരു മെഡിക്കൽ ആദ്യം ഒരു 2 വീക്സ് മിനിമം എനിക്ക് എന്ത് ചെയ്താ അത് കഴിഞ്ഞിട്ടാ സംഭവം പെട്ടെന്ന് എനിക്ക് ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാലോ. ഞാനിപ്പോ ലാസ്റ്റ് ഈ ഫൈറ്റിന് ഇറങ്ങിയത് വെറും 5 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ഇറങ്ങിയത്. 5 ദിവസം. ഞാൻ പിന്നെ ഒരു പ്രൊഫഷണൽ ഫൈറ്റർ അല്ല. ഞാൻ ഞാനൊരു യൂട്യൂബർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്, വേറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ഈ 2 മാസം മിനിമം ഒരു മാസം ഞാൻ ട്രെയിൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ നിന്റെ സൈഡ് പറഞ്ഞു, പക്ഷെ നീ മറ്റുള്ളവരുടെ സൈഡും നീ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നീ എന്നോടൊന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറയാൻ എനിക്കൊരു വീഡിയോ ചെയ്യാം, നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് തീരുമാനം എടുത്താൽ മതി. ഞാനിപ്പോ ഇതിലെ ഡിസിഷൻ എടുത്ത് എന്റെ കോച്ചിനോടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ സംഭവം വെച്ചാൽ ഞാൻ വിളിക്കണ സമയം അതുപോലെ എല്ലാം ചെയ്ത് സ്റ്റാമിനും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ സ്റ്റാമിന റൺ ചെയ്ത് സ്റ്റാമിന എന്ത് ചെയ്ത് ഇതാക്കി എടുക്കണം. ഞാൻ ഒരു മാസത്തോളം ഞാനിപ്പോ എന്താ അറിയോ, ഞാൻ ഇതിന് ബ്രേക്ക് എടുക്കാൻ പോവാ. കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ എന്നൊക്കെ ബ്രേക്ക് എടുക്കാൻ പോവാ. ഞാൻ ഓപ്പണായി പറയാലോ, ഞാൻ വെൽ ട്രെയിൻഡ് ആയിട്ട് തന്നെ ഇറങ്ങുള്ളൂ. അത് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പോണത് ഇക്ക് ഒരു മാസം ട്രെയിനഡ് ആയിട്ട് ഇറങ്ങാനാണ്. ഇനിയിപ്പോ ഇക്ക് അടുത്തൊരു ഇത് വരരുത്, ടോക്ക് വരരുത്. ഇത് ഒന്നും അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ ഇങ്ങനെ അറിയാത്ത ഒരാളെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രെയിൻഡ് അല്ല എന്നുള്ള ഒരാളെ അതിനാണ് നിനക്ക് ട്രെയിൻ കുറവുണ്ട് ട്രെയിൻ ചെയ്തോ, അതിന് ഞാൻ സമയം തരണം. പിന്നെ എനിക്കിപ്പോ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓപ്പണായി പറയണേ, ഞാൻ ഒന്നും മറച്ചു വെക്കണില്ല. എനിക്കിപ്പോ എനിക്ക് എന്തെങ്കിലും ബ്രീത്ത് കിട്ടില്ല. ഓപ്പൺ എനിക്കിപ്പോ ട്രെയിൻ തുടങ്ങാൻ പറ്റില്ല. ഞാൻ കുറ്റം പറഞ്ഞില്ല മുത്ത. ഞാൻ പറഞ്ഞ എന്റെ കാലിന് ഒരു വിരലിന് എനിക്ക് ഇപ്പോഴും പെയിൻ ഉണ്ട്. ഞാൻ റിംഗിന്ന് വേണ്ടി ഇപ്പോഴും ഇത് മാറിയിട്ടില്ല. പക്ഷെ ഇത് എന്താന്ന് വെച്ചാൽ ഈ 1.5 മാസം 2 മാസം വെയിറ്റ് ചെയ്യുമ്പോ ഈ ഇരിക്കണ ഞാനിപ്പോ നാളെ ഒരു വീഡിയോ വരുമ്പോ അടുത്ത മാസം എന്നൊക്കെ പറയുമ്പോ ഇവരെ റിയാക്ഷനും കാര്യങ്ങളും എന്താവും നീ ഒന്ന് ആലോചിക്കണം. ഇവരൊക്കെ നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് നിക്കണാണ്. അപ്പൊ അടുത്തൊരു കണ്ടന്റ് വരുമ്പോ ഇതൊക്കെ 2 ദിവസത്തെ കേസുള്ളൂ. നാളെ ഒരു കണ്ടന്റ് വരുമ്പോ അതിന്റെ ബാക്കിൽ പോവും. ഞാൻ അതാണ് 2 ദിവസം സൈലന്റ് ആയിരുന്നു. ഓപ്പൺ ആക്കി പറയാലോ. ഇറങ്ങിയാ എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ബ്രീത്ത് കിട്ടാണ്ട് ഞാൻ ഔട്ടാവും. ബ്രീത്ത് കിട്ടില്ല, എനിക്ക് ബ്രീത്ത് കിട്ടില്ല. ഞാൻ എന്റെ മെഡിക്കലിസ്റ്റ് പറയണത് അതാണ്. എനിക്ക് പറ്റില്ല. എന്റെ ആ കണ്ടീഷൻ ഞാൻ പറഞ്ഞതാ. എന്റെ ഇപ്പത്തെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞത് നീ ഒന്ന് മനസ്സിലായി സംഭവം. പടച്ചോനാണ് സത്യം. ഞാൻ കോൾ റെക്കോർഡും അല്ല, ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ കളിക്കാനുള്ള പ്ലാനിങ്ങും അല്ല. ചിലപ്പോ നീ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇപ്പോഴും നിന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു കണ്ടന്റിനും വേണ്ടിട്ട് ചെയ്ത വീഡിയോ അല്ല. ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല. എനിക്ക് റീച്ച് ആവാൻ വേണ്ട ഒരു താങ്ക്യും വേണ്ട. സംഭവം വെച്ചാൽ ഇപ്പൊ ഇത് വെച്ചിട്ട് കുറെ പേര് റീച്ചിന് വേണ്ടിട്ട് കുറെ പേര് ചെയ്തവരുണ്ട്. എനിക്കത് പ്രശ്നമല്ല. അവിടെയും വീണ്ടും കേറണത് ഗ്രോ ആണ് ഞാൻ തന്നെയാണ്.
ഗ്രോ ആവണത് അവിടെ ഞാൻ തന്നെയാണ്. അതിപ്പോ എനിക്കിപ്പോ നീ ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോ ഒരു വീഡിയോ ഇപ്പൊ വെറും എത്ര 4000 സംതിങ് ഫോളോവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏകദേശം 25-26 ഫോളോവേഴ്സ് ആയി. ഞാൻ പറഞ്ഞത് അത് ഞാൻ ഒരിക്കലും നീ ഗ്രോ ആവുന്നുണ്ട് സംഭവം. എന്ത് ചെയ്ത് നമ്മളൊക്കെ ഗ്രോ ആവുന്നുണ്ട്. എത്ര ഓരോ കോൺട്രവേഴ്സി വരുമ്പോ നമ്മൾ ഗ്രോ ആവുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്താ പറയാ, നീ 2 ദിവസം ഒന്ന് ഒതുങ്ങി, ഞാൻ 2 ദിവസം ഒതുങ്ങിയ അടുത്ത കണ്ടന്റ് ഷാജഹാന്റെതോ വേറെ ആരുടെയും കിട്ടുമ്പോ ഇത് അതിലോട്ട് പോകുന്നുള്ള മൈൻഡിലാണ് ഞാൻ നിന്നത്. സത്യം വരാലോ ഒരു മിനിറ്റ് പെട്ടല്ല. ഞാൻ പിന്നെ ഇത് വെല്ലുവിളിക്കുമ്പോ നിന്നെ ഈ 1 മാസം 1.5 മാസം ഇവർ ഇത്രയും ടൈം തരും, ഇവര് ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ? പോയി അടിക്കുക അത് ഇത് നമ്മള് ഇതിനൊരു സ്പോർട്സ് ഇതിനെ കുറിച്ച് കുറച്ചതിന് ബോധമുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ ബോധമുള്ളവരില്ല, ഈ ഇൻസ്റ്റഗ്രാമിൽ ബോധമുള്ളവരില്ല. നീ ആദ്യം മനസ്സിലാക്കാതെ ഒക്കെ കണ്ടന്റിനും റീച്ചിനും വേണ്ടിട്ട് കളിക്കുന്നവരാ. പക്ഷെ നമ്മള് നമ്മുടേതായ ഒരു കുറച്ചെങ്കിലും ഒരു നിനക്ക് അക്സെപ്റ്റ് ചെയ്യണം. സംഭവം ശരിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് പോയി പിടിച്ചു നിൽക്കാൻ പറ്റൂല. എനിക്ക് ഇപ്പൊ എല്ലാരും ഇൻബോക്സ് എന്റെ ഫോളോവേഴ്സ് എന്റെ ഓഡിയൻസ് കംപ്ലീറ്റ് ഒരു ഇത്രയും വെല്ലുവിളി വന്നിട്ട് സ്വീകരിക്കുക, അക്സെപ്റ്റ്. എനിക്കിപ്പോ മറ്റേ ദാവീദ് സിനിമ അല്ലേ, ആ ഒരു അവസ്ഥയിലാണ്. ദാവീദില് ആ മറ്റേ ഇതില്ല വാർത്തയായി മൊത്തം. ഏത് ആ പുറത്തിറങ്ങിയാലും ചോദിക്കതാ ഇനിയിപ്പോ പുറത്തിറങ്ങില്ല ഞാനെന്ത് ചെയ്ത് ഞാനും വേറെ പറഞ്ഞാല് ലൈവല്ല പക്ഷെ ആസ് എ പാർട്ട് ഓഫ് എന്ത് ചെയ്ത് നമ്മള് റിവീൽ ചെയ്യേണ്ടതിന് ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇതിപ്പോ എന്ത് ചെയ്ത് റെക്കോർഡറാണ്. ഇതിലിപ്പോ ഞാൻ ഇപ്പൊ ഡേറ്റ് തീരുമാനിക്കണം. ഇപ്പോ ഇതൊക്കെ എന്ത് ചെയ്ത് റിവീൽ ചെയ്യണം, ഓഡിയൻസിന് എന്ത് ചെയ്ത് റിവീൽ ചെയ്യുന്ന ഭാഗമായിട്ട് ഇത് എന്ത് ചെയ്ത് നമ്മൾ വിളിച്ച് സംസാരിച്ചു. അതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്ത് അവരെ ഔട്ട്പുട്ട് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാനൊരു പറയാലോ, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ ഈ ഫൈറ്റിന് ഇറങ്ങണത് തന്നെ കണ്ടന്റിന്റെ ഭാഗം എന്റെ ഒരു പാഷൻ പ്ലസ് ആ പാഷൻ ഞാൻ ഇറക്കുമ്പോ ഞാൻ ഇപ്പൊ ഒരു വണ്ടി വാങ്ങിയ വീഡിയോ ചെയ്യും, ഞാൻ ഇപ്പൊ ഒരു ട്രിപ്പ് പോയ വീഡിയോ ചെയ്യും. ഹലോ, ഒരു കോൾ വന്നപ്പോ നേരെ സ്വിച്ച് ആയി. അത് വേറെ കോൾ വന്നിട്ട് അതാ പിന്നെ ആ കോളും കൂടി ട്വിസ്റ്റ് ആയി. അപ്പൊ ഞാൻ എന്തോ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്, എന്റർടൈനർ ആണ്. അപ്പൊ ഞാൻ എന്തിന്റെ ലൈഫ് സ്റ്റൈലിൽ നടക്കണൊക്കെ നമ്മൾ എന്ത് ചെയ്ത് അതൊക്കെ കണ്ടന്റ് ആക്കലാണ് നമ്മുടെ പണി. എന്റെ ജോബ് ഇപ്പൊ നമ്മുടെ ഒരു കരിയർ ഇതാണ്. അപ്പൊ ഞാനിപ്പോ ഞാൻ ഓപ്പണായി പറയല, എന്റെ ഒരു പാഷൻ, എനിക്കൊരു ചെറിയ പാഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം കോമ്പിച്ച് ഇറങ്ങിയിരുന്നു. അത് തോറ്റിട്ടും ഞാൻ ആ തോറ്റ വീഡിയോ വരെ ഞാൻ എന്റെ യൂട്യൂബിൽ ഫുൾ വീഡിയോ ഞാൻ തോറ്റു ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട്, ഞാൻ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് തോറ്റാലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ആ വീഡിയോ ഞാൻ ഇട്ടു. അത് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഏകദേശം 1 മില്യൺ വ്യൂസ് ഉണ്ട്. ഞാൻ തോറ്റതല്ല, അത്ര ഏകദേശം 1 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മാക്സിമം എന്ത് ചെയ്ത് ഇതിന്റെ ഈ ഒരു ക്ലിയർ ചെയ്യേണ്ട മെഡിക്കൽ ഇഷ്യൂസ് ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ആവുകയാണെങ്കിൽ എന്ത് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞു ഇന്ന് രാത്രി ബാംഗ്ലൂര് ഞാൻ എന്ത് ചെയ്ത് ടിക്കറ്റ് എടുത്തേക്കുക. ഞാൻ ബാംഗ്ലൂര് പോവാ. ഇപ്പൊ ഇതിന് മാത്രം, ബാക്കി എല്ലാ കാര്യക്കും ഇതിന് ബ്രേക്ക് എടുക്കും. എനിക്ക് അവിടെ ബിസിനസ് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇന്ന് ഞാൻ അവിടെ പോയിട്ട് ഇതിൽ 1/2 മാസമൊക്കെ 1 മാസം ബ്രേക്ക് എടുക്കണമെങ്കിൽ ഒരു 1/2 മാസം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം 1 മാസം ഒരു ബ്രേക്ക് എടുക്കണമെങ്കിൽ. ഇപ്പൊ ഇന്ന് ബാംഗ്ലൂർ പോകണമെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഏൽപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ട് വേണം. ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു എന്ത് ചെയ്ത് ഇത് മനസ്സിലാക്കണം. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ചൂടിൽ തീർക്കണം. അതാ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഒരു 10-15 ദിവസം ഇനി കുഴപ്പമില്ല. ഞാൻ ഈ ഒരു സംഭവം എന്നറിയോ, ഇത് പിന്നെ ഇനി അടുത്തൊരു നെഗറ്റീവ് ആയിട്ട് കൊണ്ടുവരും, വളച്ചൊടുക്കും. നമുക്ക് അതിന്റെ ഇടയിൽ ഫേസ് ഓഫ് വെക്കാം. നമുക്ക് അല്ലെങ്കിൽ ഫേസ് ഓഫ് പ്രാക്ടീസ് സെക്ഷൻ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫേസ് ഓഫ് അതിന്റെ മുന്നേ ഇനി മാക്സിമം നേരത്തെ ഞാൻ ഇപ്പൊ റിവീൽ ചെയ്യുന്ന ഡേറ്റ് 14-ാം തീയതിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി മാക്സിമം എന്റെ ഈ മെഡിക്കൽസ് ഞാൻ നാളെ തിങ്കളാഴ്ച ഡോക്ടറെ കാണാൻ പോകുള്ളൂ. ആ കണ്ടു കഴിഞ്ഞാൽ എത്ര ദിവസം എന്ത് ചെയ്ത് റെസ്റ്റ് വേണം, അത് എന്ന് റിക്കവർ ആവും. അത് ഇനി ഫാസ്റ്റ് ആയിട്ട് ആക്കി വെച്ച് നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്ത് നമുക്ക് നടത്താൻ നോക്കാം. എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫാമിലിയും കാര്യങ്ങളും ഒരു ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണതാണ്. ഇങ്ങനെ വലിച്ചു നീട്ടി ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഓവറായിട്ട് നടക്കാൻ പറ്റൂല. തോൽവി ആയിക്കോട്ടെ ജയ ആയിക്കോട്ടെ, അത് ഞാനിപ്പോ തോൽക്കും ചെയ്യാം. അത് ഞാനിപ്പോഴും ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഇപ്പൊ ജയിക്കുന്നു ഞാൻ ഇന്ന് വീട്ടിട്ടാലും പറഞ്ഞിട്ടില്ല ജയിക്കുന്നു. ഞാൻ ജയിച്ചിരിക്കുന്നു പറഞ്ഞിട്ടില്ല. ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ആ റീൽസ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇട്ടൊരു വീഡിയോ കണ്ടിരുന്നില്ല. ഞാൻ വീട്ടിട്ടല്ലേ ഞാൻ എന്ത് ചെയ്തു മാന്യമായിട്ടല്ലേ ഞാൻ പറയുന്നത്. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. കറക്റ്റ് ഞാൻ അത്രയും ഞാൻ എന്ത് ചെയ്ത് ഇപ്പൊ സ്പോർട്സ് ആണ്. എന്തായാലും 2 ആളുണ്ട്, അതിൽ ആരെങ്കിലും ഒരാളെ ജയിക്കും.
അതിൽ ആരെങ്കിലും ഒരാളെ ജയിക്കും, സ്പോർട്സ് ആണ്. അപ്പൊ ഞാൻ അതും കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ ഇറങ്ങുമ്പോ ഇനി എന്ത് ചെയ്ത് ഏത് ഈ ഒരു കണ്ടീഷൻ അത്രയും മോശം കണ്ടീഷനാണ്. ഏതിന്റെ ബ്രീത്തിങ് കിട്ടുന്നില്ല എനിക്ക്. അതാണ് വായക്കൂടെ ബ്രീത്ത് കിട്ടണുള്ളൂ. ആ മൗത്ത് ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രീത്ത് പ്രോപ്പറായി കിട്ടില്ല. അതാണ് എനിക്ക് ആ കോമ്പറ്റീഷൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. മൗത്ത് ഗാർഡ് വെച്ചോക്കുമ്പോ ബ്രീത്ത് ഇല്ല. ഒപ്പോണന്റ് വീക്ക് ആയതുകൊണ്ടാണ് ഞാൻ മാക്സിമം നമ്മളിപ്പോ റിവീൽ ചെയ്യുന്ന ഡേറ്റ് 14-ാം തീയതി ആണ്. ഇനി മാക്സിമം ഇത് ഞാൻ ഡോക്ടറെ കണ്ടതിന് ശേഷം ഫാസ്റ്റ് ആക്കി വെച്ച് നമുക്ക് നേരത്തെ ആക്കാം. എനിക്ക് ഡിസംബർ വരെ നിനക്ക് കയ്യൂല മൊത്തം അവസ്ഥ മനസ്സിലാക്കി. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാനിതൊരു അവസരം മുതലെടുക്കെന്ന് പറയരുത്. നീ പറഞ്ഞിരുന്നു, നീ പറഞ്ഞ സമയം, നീ പറഞ്ഞ സ്ഥലം, നീ പറഞ്ഞ ദിവസം എന്നൊക്കെ പറഞ്ഞിരുന്നു. പറഞ്ഞ സ്ഥലത്തിനെ പറ്റി കൂടുതൽ പറയല്ല, കാരണം അത് സ്പാർട്ടൻസിന്റെ ഏരിയയാണ്. അത് വിട്ടി അല്ല ഈ സംഭവം ഞാൻ അവസരം അല്ലെങ്കിൽ ഒരു പറഞ്ഞൊരു കാര്യം അറിയാണ്ട് പോയ കാര്യം മുതലെടുക്കെന്ന് പറയല്ല. ഞാന് ഈ സാധനം പറഞ്ഞിരുന്നു. ഏത് നീ പറഞ്ഞ സ്ഥലം, പറഞ്ഞ സമയം, പറഞ്ഞ ദിവസം വരാ എന്നൊരു കാര്യം വെല്ലുവിളിച്ചിരുന്നു. ഞാൻ അവസരം മുതലെടുക്കെന്ന് വിചാരിക്കരുത്. ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ നീ എന്നോട് ഒരു കാര്യം ഒരു ഡേറ്റ് പറയാൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അത് ആ ഒരു സമയത്ത് ഒരാഴ്ച 2 ആഴ്ച ആ ഒരു ഇതിനുള്ളിൽ തീർക്കണം. ഇതിങ്ങനെ അടുത്ത മാസം പിറ്റത്തെ മാസം ട്രെയിൻ അങ്ങനെ ആയി. ഈ ട്രെയിൻ ആകുമ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ആവും. ഞാൻ അതന്നെ നല്ലൊരു ഫൈറ്റ് നമ്മളെ ആൾക്കാർക്ക് നല്ല ട്രെയിൻ ചെയ്ത ഒരു ഫൈറ്റ് കാണാൻ, നാട്ടുകാരെ നല്ല ഫൈറ്റ് കാണിക്കാൻ വേണ്ടിട്ടല്ല. ഇതൊന്നും എങ്ങനെയെങ്കിലും വണ്ടി മുതൽ തീർത്തുകാണ്ട് എന്തെങ്കിലും അവനവന്റെ പാട് നോക്കി പോവാനാ. എനിക്കിത് 1.5 മാസം 2 മാസം ഇത് തലയിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ നീ വിചാരിക്കണ പോലെയല്ല. ഒരാളെ പേടിച്ചിട്ടല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ 2 അറ്റം കൂട്ടി മുട്ടിക്കാറുള്ള ഈ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ഈ ഫുൾ ടൈം ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളല്ല. ഞാൻ വേറെ കാര്യം പറയട്ടെ, എനിക്ക് സൈബർ ബുള്ളിംഗ് അറ്റ് പീക്ക് ലെവലാ. ഞാനതൊന്നും പറയണ്ട. അറ്റ് സൈബർ ബുള്ളിങ്, എനിക്ക് വരെ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ അറ്റ് പീക്ക് ലെവലാ. നിനക്കൊക്കെ ഒരു ഒഴുക്കിനെതിരെ എനിക്ക് സപ്പോർട്ട് കിട്ടൂ. നെഗറ്റീവായി നിൽക്കുന്ന ഒരാളെതിരെ പറയുമ്പോ സപ്പോർട്ട് കിട്ടൂ. എനിക്ക് ഇനി ആ നെഗറ്റീവ് മാറ്റി പിന്നെ സപ്പോർട്ട് ആക്കിയിട്ട് ഞാൻ ഒഴുക്കിനെതിരെ നീന്തണ്. എന്റെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ എന്റെ ജോബിനെ, എന്റെ ഒരു കരിയറിനെ ബാധിക്കുന്ന ഒരു എഫക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിപ്പോ വേറെ കണ്ടന്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്റെ എല്ലാം ഇപ്പൊ സ്തംഭിച്ചിട്ടാ നിക്കണത്. മനസ്സിലായ ഈ ഒരു വിഷയം നീ എനിക്ക് മനസ്സിലായി. ഇതിപ്പോ നമ്മള് ഫ്രണ്ട്ലിയായിട്ട് സംസാരിച്ചു തീർക്കുന്ന സംഭവം. ഞാനെന്ത് ഞാൻ ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ നിന്നെ ഒരു ശത്രുവായിട്ടോ കണ്ടിട്ടല്ല ഇപ്പോഴും സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ഫൈറ്റിന് ഇറങ്ങാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ എന്റെ ഒരു കോച്ച് പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങളുണ്ട്, പഠിച്ച കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോഴും സ്റ്റിൽ മിനിമം 1.5 മാസം 2 മാസം ശരിക്കും ഞാൻ പറയാന്ന് വെച്ചാൽ 1 മാസം കൊണ്ടൊന്നും MMA ഇവിടെ എത്തില്ല, എവിടെ എത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയോ, ഞാൻ മെയിനായി ഉദ്ദേശിക്കുന്നത് എന്റെ മേൽവഴക്കൊന്ന് വരിക, എന്റെ ഈ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ക്ലിയർ ചെയ്യുക. ആ ഒരു സമയം മാത്രം. മിനിമം ഇപ്പൊ കഴിഞ്ഞ ഇവിടെ ഫൈറ്റ് ഇറങ്ങിയവരൊക്കെ 2 വർഷം ട്രെയിൻ ചെയ്തവർ വരുന്നുണ്ട്, 3 വർഷം 4 വർഷം ട്രെയിൻ ചെയ്തവരൊക്കെ ഫൈറ്റ് ഇറങ്ങുന്നുണ്ട്. നമ്മള് ഞാൻ ട്രെയിൻ ചെയ്യുന്നത് ക്ലബിലോട്ടൊന്നല്ല, ഞാൻ വീട്ടിൽ തന്നെ ട്രെയിൻ ചെയ്യുന്നത്. അത് ഹോസ്പിറ്റൽസ് അതൊരു സൈഡിൽ നിന്ന്, സൈബർ ബുള്ളിങ് മറ്റേ സൈഡിൽ നിന്ന്. ഇതേ ഒരു അവസ്ഥയാണ്. എനിക്ക് കാലിന്റെ തള്ളവിരലിന് ചെറിയൊരു സീനുണ്ട്. ആ വേദന ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ എനിക്ക് പിന്നെ വേറെ കാര്യം, എനിക്ക് ഇവിടുന്ന് പുറത്തേക്കൊക്കെ പോയിക്കാണ്ട് ജോബും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരാളാണ്. പിന്നെ എനിക്ക് അതിനായിട്ട് ഇങ്ങോട്ട് വരവും പോക്കും കാര്യങ്ങളും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇതൊരു ഓപ്ഷൻ വെച്ചാ ഞാൻ ഒരു കാര്യം നീ ഒന്ന് ആലോചിക്ക്. നാളെ ഇരുന്ന് ബ്രോ, നമ്മള് ഓൾറെഡി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഈ ഫൈറ്റ് നടത്തുമ്പോ നമ്മള് മാത്രമായിട്ടുള്ള ഒരു ഫൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പറമ്പിൽ അല്ലെങ്കിൽ നമ്മളൊരു റിങ് വെച്ചിട്ട് അങ്ങനെ നടത്താനല്ല. പ്രോപ്പർ ഇപ്പൊ MMA ഇന്ത്യ ഉണ്ടല്ലോ, MMA ഇന്ത്യയുടെ ഫെഡറേഷന്റെ അണ്ടറിൽ നമ്മള് ഫൈറ്റ് ഇറക്കാം. ആ ഫൈറ്റിന്റെ അണ്ടറില് അതിനനുസരിച്ചുള്ള ആ MMA അതോറിറ്റി നമുക്ക് ഇല്ലെങ്കിൽ ഇതൊക്കെ ലീഗൽ ഇഷ്യൂസ് വരും പിന്നീട്. ഇത് നമ്മൾ കറക്റ്റ് അതാണ് MMA ഫെഡറേഷന്റെ അണ്ടറിൽ നടത്തുമ്പോ നമുക്ക് എന്ത് ചെയ്ത് ഈ ഇഷ്യൂസ് വരില്ല. കറക്റ്റ് ഇതൊരു സ്പോർട്സ് കോമ്പറ്റീഷൻ ആയിട്ട് ഞാനിപ്പോ അവരൊക്കെ സംസാരിച്ച് അവരൊക്കെ മേലെ എത്തിയിട്ട് അവരൊക്കെ ഇങ്ങനെ ഒരു ഫൈറ്റ് നടത്തണം. ഇതൊക്കെ രീതിയിൽ കറക്റ്റ് റൂൾസും കാര്യങ്ങളും പാലിച്ചിട്ടാണ് നമ്മൾ ഈ ഫൈറ്റ് വെക്കുന്നത്. അപ്പൊ അവരുടെ അടുത്ത് ആ ഡേറ്റ് ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞ് ആ ഡേറ്റ് ഒക്കെ അപ്രൂവൽ എടുത്തിട്ട് വേണം എനിക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു ഡേറ്റ് തീരുമാനിക്കണമെങ്കിൽ. എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുമോ? അതല്ല, ഒരാഴ്ച കൊണ്ട് ഇറങ്ങാൻ പറ്റും. എനിക്ക് എന്റെ ഹെൽത്ത് ഇഷ്യൂസും ഇതൊക്കെ ഇപ്പൊ ഞാൻ അതാ പറയണത്. ഞാനിപ്പോ എന്തായാലും റിവ്യൂ നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഇങ്ങനെ നേരത്തെ ഇതിന്റെ കാര്യങ്ങൾ കഴിച്ച് നേരത്തെ ആക്കിട്ട് തന്നെ എനിക്കിപ്പോ ഞാൻ ചിലപ്പോ ആദ്യം തിങ്കളാഴ്ച ഇപ്പൊ ഇന്ന് ബാംഗ്ലൂർ ഞാന്
ഞാൻ ഡോക്ടറെടുത്ത് പോയിട്ട് ഞാൻ ഇതൊന്നും നോണ പറയില്ല. ഞാൻ വേറെ കാര്യം ഞാൻ വെച്ച് ടിക്കറ്റ് അയച്ചുതരാം. ഇന്ന് ഞാൻ രാത്രി ബാംഗ്ലൂർക്ക് ഞാൻ പോവാണ്. ഇന്ന് രാത്രി ബാംഗ്ലൂർ പോവാ. ഞാൻ പറഞ്ഞതല്ല, നീ ഇല്ല നാളെ ഡോക്ടറെടുത്ത് പോയിട്ട് എത്ര ദിവസം ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നീ എന്നോട് നാളെ കാര്യം പറയും. അപ്പൊ ഞാൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് റിവീൽ കൊടുക്കണേ. ശരിക്കും പറഞ്ഞ ഇവര് ഒരു ഇപ്പൊ നമ്മള് മെസ്സേജ് അയച്ചെന്നുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞു അത്ര വലിയ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൽ ഇവിടെ നിൽക്കാൻ പറ്റൂല. ചിലപ്പോ എനിക്കൊരു വിസക്ക് ഞാൻ അപ്ലൈ ചെയ്യും, ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് പോവും. അപ്പൊ ഈ ഫൈറ്റിന് വേണ്ടി പോകുമ്പോ ഞാൻ ഇവിടുന്ന് മുങ്ങിയതാന്ന് പറയില്ലേ, നീ നിന്റെ സൈഡ് ഫുള്ള് നീ പറഞ്ഞ് ബാക്കിയുള്ള സൈഡ് എന്റെ സൈഡും കൂടി നീ കേൾക്കണ്ടേ. ഞാൻ ഒരു കാര്യം പറട്ടെ, ഞാൻ ശരിക്കും പറഞ്ഞല്ലോ, ഞാന് ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ക്യാരക്ടർ അല്ല എന്റെ റിയൽ ലൈഫിൽ. ഓപ്പൺ ആയി പറയാം, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ വേറെ ക്യാരക്ടറാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്റെ ക്യാരക്ടർ നോക്കണ്ട, ഞാൻ പക്ഷെ എന്റെ റിയൽ ലൈഫിലുള്ള ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു രീതിക്ക് സംസാരിക്കാം. നീ ചലഞ്ച് ചെയ്യേ എന്ന് പറയാൻ പറഞ്ഞല്ലേ, നീ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, ആണാണെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ, ഈ ആണാണെങ്കിൽ ചങ്കൂറ്റന്റെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ ഒരു മാന്യത പ്രകാരം അല്ല, എനിക്ക് സംഭവം ഞാൻ അത്രയും എന്ത് ചെയ്ത് എന്റെ റിയൽ ക്യാരക്ടറാണ് ഞാൻ സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഞാൻ ഓവറാണ്, എല്ലാരും പറയണ എനിക്കും അറിയണ കാര്യം തന്നെ. അത് വെച്ചിട്ട് ഞാൻ നിന്നെ കമ്പയർ ചെയ്യുന്നില്ല. നീ ഇപ്പൊ മോശമായിട്ട് പറഞ്ഞൊന്നും ഞാൻ ചിത്രീകരിക്കുന്നില്ല. ഞാൻ നീ പറഞ്ഞെടുത്തിട്ട് റെക്കോർഡ് ഇട്ടിട്ട് ഞാൻ കൊണ്ടുപോയി ഇടും പോണില്ല. പക്ഷെ നിന്റെ റെക്കോർഡാണ്. പക്ഷെ എനിക്ക് വിഷയമല്ല, റെക്കോർഡറാണ്. ഞാൻ ഇപ്പോഴും ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വിസറ്റും കാര്യത്തിലും ഇങ്ങനെ അപ്ലൈ കൊടുത്തിരുന്നു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഓവർ ലൈറ്റ് ആയിട്ട് കൊണ്ടുപോയി കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇൻ കേസ് എന്ത് മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് വേറെ ഡേറ്റ് നേരത്തെ അതിന്റെ അപ്പുറം പോയില്ല. നമുക്ക് നേരത്തെ എന്തായാലും ഞാൻ ഇപ്പൊ ഇത് പരിഗണിക്കുന്നു. പോയതിന് ശേഷം ഞാൻ വിളിക്കാം. അതിന്റെ ശേഷം ഞാൻ അറിയിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇല്ലല്ല, ഞാൻ പറയട്ടെ, ഡേറ്റ് റിവീൽ ചെയ്യാൻ പോണത് ഈ ഡേറ്റ് ആണ്. പക്ഷെ ഞാൻ പറയണത് മാക്സിമം ഫാസ്റ്റ് ആണ്. അല്ല ഇല്ല, മാറ്റി ഞാൻ പറയട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് ബ്രോ, എനിക്ക് ഇതിനൊരു അപ്ഡേറ്റ് കൊടുക്കണ്ടേ? അപ്ഡേറ്റ് കൊടുക്കാൻ വെയിറ്റ് ചെയ്യും. വീണ്ടും അല്ലെങ്കിൽ അടുത്ത ഇയറിൽ ഞാൻ കയറും. ഇല്ലില്ല, നീ ഇയറിൽ കയറില്ല. നീ ഇപ്പൊ നീ ഇതിങ്ങനെ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ടു? ഞാൻ ഒന്നും സൈലന്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. നീ ഇനി ഇന്നെ ഇടണ്ട. നീ ഓൾറെഡി നിന്റെ സൈഡിൽ നിന്ന് നീ ക്ലിയർ ആയി, നീ ഓക്കെയാണ്. ഇനി നീ ഡോക്ടറെടുത്ത് പോയിട്ട് നീ ഏകദേശം എത്ര എടുക്കും നോക്കിട്ട്, അല്ലാന്നുണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് പോയിട്ട് വീഡിയോ കാര്യങ്ങൾ ഇടാലോ. ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു പറയാനാണ്. ശരി. അപ്പൊ നിന്റെ ഡോക്ടറെടുത്ത് പോയിട്ട് എന്നോട് കാര്യം പറയും. തിങ്കളാഴ്ച ആവല്ല, അതിന്റെ മുന്നേ ഇല്ല. ഞാനപ്പോ എനിക്ക് വാട്സപ്പ് ചെയ്തുതരാം. ഇതെന്നല്ല എന്റെ നമ്പർ, ഇതിന്റെ നമ്പർ അല്ല, ഇതിന്റെ മാനേജർ നമ്പറാണ്. ഞാൻ എന്റെ ഇതിന് ഇപ്പൊ സംഭവ നമ്പർ പിന്നെ ഇത് ഞാൻ ഇൻസ്റ്റയിൽ അയച്ചുതരാം. ഏത് നീ അയക്കണ്ട, നീ നാളെ പോയില്ല, പോയാൽ തിങ്കളാഴ്ചയാണ് ഇവിടെ എത്തുള്ളൂ. അവിടെ എത്തിക്കാണെങ്കിൽ കിട്ടുമല്ലോ. ഇപ്പൊ നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഡേറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ വിളിക്കാം. അപ്പോഴും പറഞ്ഞ ആ ഡേറ്റ് ഞാൻ കൺഫേം അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ ആദ്യം കൺഫേം ആയിട്ട് എന്നോട് പറഞ്ഞിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാം. ശരി, റെക്കോർഡ് എനിക്ക് പ്രശ്നമല്ല. റെക്കോർഡ് ഞാനിപ്പോ ഒരു ഭാഗം കട്ട് ചെയ്ത് വന്നിട്ടൊന്നും ഞാൻ എവിടെ ഇടില്ല. ഞാൻ അങ്ങനത്തെ ഒരു നാറി പണി ഞാൻ കാണിക്കില്ല. ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ പാട്ട് എടുത്തിട്ട് ലാസ്റ്റത്തെ പാട്ട് ഞാൻ ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്ത് ഞാൻ വിളിക്കാം. ഒന്നുകൂടി വിളിക്കും. ഇടനാട്ട് ഇപ്പൊ ഞാനിത് റിവീൽ ചെയ്യാനായിട്ട് മുന്നേ ഞാൻ വിളിച്ചിരിക്കും. ശരി, ഓക്കെ. ഇന്ന് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ അത് അംഗീകരിക്കുന്നു. ഇപ്പൊ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എന്തായാലും ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, എന്തായാലും ഞാനിപ്പോ ഞാൻ എന്തായാലും ബാംഗ്ലൂർ എത്തട്ടെ. ബാംഗ്ലൂർ എത്തിയിട്ട് ഞാനത് ഒന്നുകൂടി വിളിക്കാം. അപ്പൊ ഗായ്സ് ആളെത്തി വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായ സംഭവം വെച്ചാൽ ആള് വെള്ളി വിളിച്ചു വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാല് നീ പറഞ്ഞ ദിവസം, നീ പറഞ്ഞ സമയം, നീ പറഞ്ഞ സ്ഥലം വെച്ചിട്ട് എന്ത് ചെയ്ത് ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞ് വെല്ലു വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആവേശത്തിൽ എല്ലാവരും എന്ത് ചെയ്ത് കയറി. നമ്മൾ ഓരോരുത്തരെയും മാനസികാവസ്ഥ ഒക്കെ ഞാൻ മാനിക്കുന്നു. ഞാൻ ആരും ശത്രുവായിട്ട് കാണുന്നില്ല. ഞാനെനിക്ക് ഇപ്പോഴും വേണമെങ്കിൽ അവൻ എന്ത് ചെയ്ത് പല രീതിയിൽ എന്ത് ചെയ്ത് വെല്ലുവിളിച്ചെന്ന് വെച്ചിട്ട് എനിക്കും നീ ആണാണെങ്കിൽ വന്ന് ഇതാക്കറ എന്ത് ചെയ്ത് ചലഞ്ച് വെച്ചിട്ട് പറഞ്ഞ ഈ വെല്ലുവിളിച്ചല്ലേ കുറെ ഉണ്ടാക്കിയതല്ലേ, ഈ വന്നിട്ട് ആണാണെങ്കിൽ വന്നിട്ട് വേണമെങ്കിൽ മത്സരിച്ചാൽ മതി പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാം.
പക്ഷെ ഞാൻ എന്ത് ചെയ്ത് ആളുടെ ഒരു അവസ്ഥ മാനിക്കുന്നു. ഞാനിപ്പോ എന്തായാലും ഇനി ഒന്നുകൂടി ഞാനിപ്പോ കുറച്ച് എന്തായാലും നല്ലൊരു ഫൈറ്റ് എക്സ്പോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചെങ്കിലും ട്രെയിനിങ്, 1 മാസം കൊണ്ട് MMA ഒന്നും ആവില്ല. ശരിക്കും 1 മാസം കൊണ്ട് ഒന്നും ആവില്ല. ഒരാളെ 3 മാസം ട്രെയിൻ ചെയ്ത് വന്നിട്ട് കാണിച്ച് കണ്ടല്ലേ നിങ്ങള്. അപ്പൊ 1 മാസം കൊണ്ട് തന്നെ ഒന്നും ആവില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ലൊരു ഫൈറ്റ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഞാൻ 1 മാസം ഒരു ഗ്യാപ്പ് ഞാൻ എന്ത് ചെയ്ത് ആ ഒരു ഡേറ്റ് എടുത്തത്. പിന്നെ എനിക്ക് കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനും ഉണ്ട്. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്ത കൂടുതൽ അപ്പൊ നിങ്ങൾക്കൊക്കെ കാണാൻ ഫൈറ്റ് എന്തായാലും നടക്കും. അത് വെന്യൂ സെയിം വെന്യൂ തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റമല്ല. വെന്യൂ സ്ഥലം കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫൈറ്റ് നടക്കുക. പിന്നെ ഡേറ്റിന്റെ കാര്യത്തിലാണ് എന്ത് ചെയ്ത് ഏകദേശം ഡിസംബർ 14 നമ്മൾ എന്ത് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഏത് ഫോൺ അടിക്കുന്നത്? ഡിസംബർ 14 നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിൽ ചിലപ്പോ ഇൻ കേസ് ഇനി ആളെത്തി സംസാരിച്ചിട്ട് ചിലപ്പോ നേരത്തെ ആക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആക്കും, ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അതിൽ ചേഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇതുപോലെ തന്നെ ആയിരിക്കും ഇടുക. ഞങ്ങൾ മാക്സിമം എനിക്ക് എന്നെ പ്രിഫർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രാക്ടീസ് സെക്ഷൻ കൂടി ഉണ്ടായിട്ട് എന്ത് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യുള്ളൂ. ഞാൻ മാക്സിമം എന്നെ പുഷ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഡേറ്റിനെ ഫിക്സ് ചെയ്ത് ഈ വീഡിയോ അപ്പം തന്നെ ഇങ്ങനെ ഇടും, നോ ചേഞ്ച് ഉണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യുന്നു സമയം ഈവനിങ് സമയത്തായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊക്കെ പിന്നെ ഇത് ലൈവ് സ്ട്രീമിങ്, അതായത് ലൈവായിട്ട് ഈ ഫൈറ്റ് നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളൊരു ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും, നല്ലൊരു പരിപാടിയായിട്ട് നല്ലൊരു ഇവന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് നടത്താന്ന് വെച്ചിട്ടുള്ള ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കും. നല്ല MMA ഇന്ത്യയുടെ അണ്ടറിലുള്ള കേരള MMA ഫെഡറേഷന്റെ അണ്ടറിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഈ ഫൈറ്റ് നടക്കുന്നുണ്ടാവുക. അപ്പൊ സ്പാർട്ടൻസ് ക്ലബ്ബിൽ വെച്ചിട്ടായിരിക്കും, കൊച്ചിയിൽ കാക്കനാട് വെച്ചിട്ടായിരിക്കും ഫൈറ്റ് നടക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്ത് ഷെയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസിലൂടെ ഞാൻ അറിയിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ചെക്ക് ചെയ്യുക. ഓക്കെ, ബൈ.